വെൽക്കം ടു ഹാർവസ്റ്റ് ഓൺലൈൻ. ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ വീഡിയോ സെഗ്മെൻറ്റ്. ഈ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങളെടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നത് ബയോകെമിക്കൽ ഡൈജഷൻ്റെ ചില ആസ്പെക്ട്സുകളാണ്. ബയോകെമിക്കൽ ഡൈജഷൻ മീൻസ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ ആക്ഷൻ ഓഫ് എൻസൈംസ്. നോക്കൂ, ഡൈജഷൻ പ്രധാനമായിട്ടും മൂന്ന് ഭാഗത്താണല്ലോ നടക്കുന്നത്. ഒന്നാമത്തേത് ഡൈജഷന് ബക്കൽ ക്യാവിറ്റിയിൽ വെച്ച് നടക്കുന്നുണ്ട്. രണ്ടാമത്തേത് ഡൈജഷൻ സ്റ്റൊമക്കിൽ വെച്ച് നടക്കുന്നുണ്ട്. മൂന്നാമത്തേത് ഡൈജഷൻ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ വെച്ചിട്ടും നടക്കുന്നുണ്ട്. ഈ മൂന്ന് ഏരിയയിലാണ് ഡൈജഷൻ നടക്കുന്നത്. അപ്പോൾ ഡൈജഷന് നമുക്ക് മൂന്ന് പാർട്ടായിട്ട് മാറ്റാൻ പറ്റും. ഒന്ന് ഡൈജഷൻ ഇൻ ബക്കൽ ക്യാവിറ്റി. ഡൈജഷൻ ഇൻ ബക്കൽ ക്യാവിറ്റി. ഈ ബക്കൽ ക്യാവിറ്റിയിൽ വെച്ച് നടക്കുന്ന ഡൈജഷനിൽ അതിൻ്റെ ഫിസിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡൈജഷനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. രണ്ടാമത്തെ ഡൈജഷൻ്റെ സൈറ്റായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് സ്റ്റൊമക്കാണ്. മൂന്നാമത്തെ ഡൈജഷൻ്റെ സൈറ്റായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് സ്മോൾ ഇൻറ്റെസ്റ്റൈനാണ്. അപ്പോൾ ബക്കൽ ക്യാവിറ്റിയിൽ തുടങ്ങിയിട്ട് സ്മോൾ ഇൻറ്റെസ്റ്റൈനോട് കൂടി ഡൈജഷൻ കംപ്ലീറ്റ് ആവാം. അതിനുശേഷമാണ് അബ്സോർപ്ഷൻ എന്ന കൺസെപ്റ്റിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ ബക്കൽ ക്യാവിറ്റിയിൽ വെച്ച് നടക്കുന്ന ബയോകെമിക്കൽ ഡൈജഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ ആക്ഷൻ ഓഫ് എൻസൈംസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആക്ഷൻ ഓഫ് എൻസൈംസ് എന്ന് പറയുമ്പോൾ ഈ ബക്കൽ ക്യാവിറ്റിയിൽ സലൈവയാണുള്ളത്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ സെഗ്മെന്റിൽ സൂചിപ്പിച്ചു, സലൈവയിൽ കാണുന്ന എൻസൈം ആരാണ്? സലൈവയിൽ കാണുന്ന പ്രധാനപ്പെട്ട എൻസൈം ആരാണ്? സലൈവറി അമിലേസ്. അത് നിങ്ങൾ 9th സ്റ്റാൻഡേർഡ് മുതൽ പഠിക്കുന്നുണ്ട്. സലൈവയിൽ കാണുന്ന പ്രധാനപ്പെട്ട എൻസൈം സലൈവറി അമിലേസ്. ഇനി ഈ സലൈവറി അമിലേസ് എന്താണ് ചെയ്യുന്നത്? ആ എൻസൈമിന്റെ റോൾ എന്താണ്? Amylase means carbohydrate splitting enzyme. Definitely this salivary amylase, this enzyme, they break starch into maltose. ഓക്കെ, ഈ രണ്ട് വേർഡും നിങ്ങൾ പഠിച്ചതാണ്. ഈ ഇക്വേഷൻ ഇതുപോലെ നിങ്ങൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. സ്റ്റാർച്ച് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസിനെ കുറച്ച് സിമ്പിളായ ഫുഡ് മെറ്റീരിയൽസ് ആക്കി മാറ്റുന്നു. അതിന് സഹായിക്കുന്ന എൻസൈമാണ് സലൈവറി അമിലേസ്. ഓക്കെ, സോ വാട്ട് സലൈവറി അമിലേസ് ഡു? They convert a complex food into simple. They convert a bio-macromolecule into bio-micromolecule. Okay. ഇനി നമ്മൾ സ്റ്റൊമക്കിലേക്ക് വരികയാണെങ്കിൽ സ്റ്റൊമക്കിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഡൈജഷനെ, ഈ ബയോകെമിക്കൽ ഡൈജഷനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക നോക്കാം. സ്റ്റൊമക്കിൽ കാണുന്ന പ്രധാനപ്പെട്ട എൻസൈമാണ് പെപ്സിൻ. So pepsin is a powerful enzyme in stomach. പെപ്സിൻ ആരെയാണ് ബ്രേക്ക് ചെയ്യുന്നത്? പെപ്സിൻ ബ്രേക്ക് ചെയ്യുന്നത് പ്രോട്ടീൻസിനെയാണ്. ഓക്കെ, പ്രോട്ടീൻസിനെയാണ്. അത് പ്രോട്ടീൻസിനെ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിലെ മനസ്സിലാക്കിയതുപോലെ ദ കൺവേർട്ട് പ്രോട്ടീൻസ് ഇൻ ടു പ്രോട്ടിയോസസ് ആക്കി മാറ്റുന്നു. ഓക്കെ, ആ പ്രോട്ടീൻസിനെ പ്രോട്ടിയോസസ് ആക്കി മാറ്റുന്നു. സോ പെപ്സിൻ ഇസ് എ വെരി പവർഫുൾ എൻസൈം ഓൺ സ്റ്റൊമക് ആൻഡ് ദാറ്റ് കൺവേർട്ട് പ്രോട്ടീൻസ് ഇൻ ടു പ്രോട്ടിയോസസ്. +1 നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നത് ഈ പെപ്സിൻ എന്ന് പറയുന്ന ഈ എൻസൈം എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഓക്കെ, ആരിൽ നിന്നാണ് ഉണ്ടാവുന്നത്? അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാണ്? ഇനി വാട്ട് ഇസ് ദ റോൾ ഓഫ് HCl ഹിയർ? HCl ഈ പെപ്സിൻ എന്ന് പറയുന്ന എൻസൈമിൻ്റെ ആക്ടിവേഷനിൽ റോൾ എന്തെങ്കിലും ഉണ്ടോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് +1 ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ പെപ്സിൻ എന്ന് പറയുന്ന എൻസൈം വർക്ക് ചെയ്യാൻ വേണ്ട pH. എൻസൈംസിന് വർക്ക് ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചർ പ്രധാനപ്പെട്ട ഫാക്ടറാണ്. എൻസൈമിന് വർക്ക് ചെയ്യണമെങ്കിൽ pH പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അപ്പോൾ പെപ്സിൻ എന്ന് പറയുന്ന എൻസൈം വർക്ക് ചെയ്യേണ്ട
pH ഏതൊക്കെയാണ്, HCl അവിടെ എന്തൊക്കെയാണ് റോള്, ഈ രീതിയിലുള്ള കൺസെപ്റ്റുകൾ മാത്രമേ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി പെപ്സിന് പുറമെ നിങ്ങൾ പഠിച്ച മറ്റൊരു എൻസൈമാണ്, സ്റ്റൊമക്കിൽ കാണുന്ന മറ്റൊരു എൻസൈമാണ് ലിപ്പേസ്. ഓക്കെ, ലിപ്പേസ്, ഗ്യാസ്ട്രിക് ലിപ്പേസ്, സ്റ്റൊമക്കിൽ കാണുന്ന ലിപ്പേസ്, ഗ്യാസ്ട്രിക് lipase. And this gastric lipase, they convert the lipids or the fats into fatty acid and glycerol. They convert the lipids into fatty acid and glycerol. Okay, so these are the type of digestion on stomach. ഇനി നമ്മൾ പ്രിൻസിപ്പൽ ഓർഗൻ ഫോർ ഡൈജഷൻ ഓർ പ്രിൻസിപ്പൽ ഓർഗൻ ഫോർ അബ്സോർപ്ഷൻ ആയ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് വരുന്നു. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നേരത്തെ നമ്മൾ ഡൈജസ്റ്റീവ് ഗ്ലാൻഡിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ലിവറിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ലിവറിൽ നിന്ന് ഗോൾ ബ്ലാഡറിൽ ലിവർ ബൈലിനെ സ്റ്റോർ ചെയ്യും, പിത്താശയത്തിൽ ഗോൾ ബ്ലാഡറിൽ ബൈലിനെ സ്റ്റോർ ചെയ്യുന്നു. ശേഷം ആ ബൈല് കോമൺ ബൈൽ ഡക്റ്റ് വഴി ബൈല് നേരെ പാങ്ക്രിയാസിൽ എത്തിച്ചേരുന്നു. അവിടെ അത് പാങ്ക്രിയാറ്റ് ഡക്റ്റുമായിട്ട് കൂടിയിട്ട് ഒരൊറ്റ ഡക്റ്റായിട്ട് മാറുന്നു. ആ ഡക്റ്റിൻ്റെ പേരെന്താണ് നമ്മൾ പറഞ്ഞത്? ഹെപ്പാറ്റോ പാങ്ക്രിയാറ്റിക് ഡക്റ്റ്. ഹെപ്പാറ്റോ പാങ്ക്രിയാറ്റിക് ഡക്റ്റ്. ആ ഹെപ്പാറ്റോ പാങ്ക്രിയാറ്റിക് ഡക്റ്റ് ദേ ആർ ഓപ്പൺ ടു ഡിയോഡിനം. ഓക്കെ, നേരത്തെയുള്ളൊരു വീഡിയോ ലെസണിൽ ലിവറിൻ്റെ ഭാഗം നിങ്ങൾ റെഫർ ചെയ്താൽ മതി. ഓക്കെ, അവിടെ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ അറ്റ് എ ടൈമിൽ ഒന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻ ഉണ്ട്. ഐ മീൻ ഇൻറ്റസ്റ്റീനൽ ജ്യൂസ് ഉണ്ട്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈംസുകളുണ്ട്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജ്യൂസസുകളുണ്ട്. അതാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഭാഗത്തുള്ള ഒന്നാമത്തെ കോൺട്രിബ്യൂഷൻ. ഓക്കെ, ബയോകെമിക്കൽ ഡൈജഷന് വേണ്ടിയിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈൻ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില എൻസൈംസുകളുണ്ട്. അതാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഭാഗത്തു നിന്നുള്ള ബയോകെമിക്കൽ ഡൈജഷനിലേക്കുള്ള ഒന്നാമത്തെ കോൺട്രിബ്യൂഷൻ. രണ്ടാമത്തെ ഏതാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഹെപ്പാറ്റോ പാങ്ക്രിയാറ്റിക് ഡക്റ്റ് എവിടെയാണ് ജോയിൻ ചെയ്യുന്നത്? ഹെപ്പാറ്റോ പാങ്ക്രിയാറ്റിക് ഡക്റ്റ് ജോയിൻ ചെയ്യുന്നത് ഡിയോഡിനത്തിലേക്കാണ്. സോ വാട്ട് ഈസ് ഡിയോഡിനം? ഡിയോഡിനം ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഇൻ അഡീഷൻ ടു ദിസ് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് ദേ ഹാവ് പാങ്ക്രിയാറ്റിക് ജ്യൂസ് ഓൾസോ. പാങ്ക്രിയാറ്റിക് ജ്യൂസ് ഉണ്ട്. കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് ബയോകെമിക്കൽ ഡൈജഷനിലേക്ക് നമ്മൾ വരുമ്പോൾ രണ്ട് പാർട്ട് നമുക്ക് അവിടെ പരിഗണിക്കാനുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒന്നാമത്തേത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില എൻസൈംസുകളുണ്ട്. അതാണ് ഇൻറ്റസ്റ്റീനൽ ജ്യൂസ് എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തേത് ഹെപ്പാറ്റോ പാങ്ക്രിയാറ്റിക് ഡക്റ്റ് വഴി ബൈലും പാങ്ക്രിയാറ്റിക് ജ്യൂസും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തിച്ചേരുന്നുണ്ട്. ഇനി ഈ പാങ്ക്രിയാറ്റിക് ജ്യൂസിൻ്റെ ഭാഗത്ത് നിന്ന് പ്രസൻറ്റ് ചെയ്യുന്ന എൻസൈംസുകൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട എൻസൈംസുകൾ ഏതൊക്കെയാണ്? ഒന്ന് പാങ്ക്രിയാറ്റിക് അമിലേസ്. പാങ്ക്രിയാറ്റിക് അമിലേസ് മീൻസ് വാട്ട്? നമ്മൾ നേരത്തെ സലൈവറി അമിലേസ് കണ്ടല്ലോ. അമിലേസ് സലൈവയിൽ കാണുമ്പോൾ സലൈവറി അമിലേസ് എന്നും, അമിലേസ് പാങ്ക്രിയാസിൽ കാണുമ്പോൾ പാങ്ക്രിയാറ്റിക് അമിലേസ് എന്ന് പറയുന്നു. സോ വാട്ട് ഈസ് അമിലേസ്? അമിലേസ് മീൻസ് കാർബോഹൈഡ്രേറ്റ് സ്പ്ലിറ്റിംഗ് എൻസൈം. ഓക്കെ, അമിലേസ് മീൻസ് കാർബോഹൈഡ്രേറ്റ് സ്പ്ലിറ്റിംഗ് എൻസൈം. അപ്പോൾ കാർബോഹൈഡ്രേറ്റുകൾ സ്പ്ലിറ്റ് ചെയ്യാൻ, സ്റ്റാർച്ചിനൊക്കെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ പാങ്ക്രിയാറ്റിക് അമിലേസ് ഉള്ളത്. ഇനി രണ്ടാമത്തെ ആൾ ആരാണ്? ട്രിപ്സിൻ ആണ്. ഓക്കെ, പെപ്സിൻ ഓൺ സ്റ്റൊമക്, ട്രിപ്സിൻ ഓൺ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. കെപ്റ്റ് ഇൻ യുവർ മൈൻഡ്. പെപ്സിൻ ഓൺ സ്റ്റൊമക് and trypsin on small intestine. Pepsin on stomach and trypsin on small intestine. Okay, so trypsin is for to digest the protein. Okay, small intestine എത്തുന്ന പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രിപ്സിൻ ഉള്ളത്. ഇനി
ട്രിപ്സിന് ശേഷം നമുക്ക് ലിപ്പേസിനെ പരിചയപ്പെടുത്താനുണ്ട്. ലിപ്പേസ്, ഓക്കെ, ലിപ്പിഡിനെ ബ്രേക്ക് ചെയ്യാം. സോ ദീസ് ആർ ദ ബയോകെമിക്കൽ ഡൈജഷൻ ഓൺ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി എലിമെൻ്ററി കനാൽ. അന്നനാളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ചിട്ട് പ്രധാനമായിട്ടും ബക്കൽ ക്യാവിറ്റിയിലും സ്റ്റൊമക്കിലും സ്മോൾ ഇൻറ്റെസ്റ്റൈനും ആമാശയത്തിലും ചെറുകുടലിലുമാണ് പ്രധാനമായിട്ടും ഡൈജഷൻ നടക്കുന്നത്. സോ വാട്ട് യു മീൻ ബൈ ബയോകെമിക്കൽ ഡൈജഷൻ? ബയോകെമിക്കൽ ഡൈജഷൻ മീൻസ് ആക്ഷൻ ഓഫ് എൻസൈംസ്. ആ ബയോകെമിക്കൽ ഡൈജഷൻ നടക്കുന്നത് പ്രധാനമായിട്ടും 3 സൈറ്റിലാണ്: ബക്കൽ ക്യാവിറ്റി, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. ബക്കൽ ക്യാവിറ്റിയിലുള്ള പ്രധാനപ്പെട്ട ആൾ ആരാണ്? സലൈവയാണ്. സലൈവയിൽ ആരുണ്ട്? സലൈവറി അമിലേസ് ഉണ്ട്. വാട്ട് ഈസ് അമിലേസ്? കാർബോഹൈഡ്രേറ്റ് സ്പ്ലിറ്റിംഗ് എൻസൈം. ദ ബ്രേക്ക് സ്റ്റാർച്ച് ഇൻ ടു മാൾട്ടോസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് +1 അഡീഷൻ എന്താണ്? എത്ര % സ്റ്റാർച്ചിനെയാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്? ഓക്കെ, അവിടെ വേണ്ട pHൻ്റെ കൺസെപ്റ്റ് എങ്ങനെയാണ്? ദെൻ സ്റ്റൊമക്കിൽ പ്രോട്ടീൻസിനെ ബ്രേക്ക് ചെയ്യാൻ പെപ്സിൻ, ലിപ്പിഡിനെ ബ്രേക്ക് ചെയ്യാൻ ലിപ്പേസ്. ആൻഡ് വാട്ട് ഈസ് ദ റോൾ ഓഫ് HCl ഓൺ പെപ്സിൻ? ആൻഡ് വാട്ട് ഈസ് ദി ഒപ്റ്റിമം pH ഫോർ പെപ്സിൻ? ഈ വക കൺസെപ്റ്റുകളാണ് നമ്മൾ ക്ലിയർ ചെയ്തെടുക്കുന്നത്. ബാക്കിയുള്ള എല്ലാം നിങ്ങൾ 9th സ്റ്റാൻഡേർഡ് മുതലേ പഠിച്ചു വരുന്ന കുറേ കൺസെപ്റ്റുകളാണ്. ഓക്കെ, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ കാര്യം. സ്മോൾ ഇൻറ്റെസ്റ്റൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ബയോകെമിക്കൽ ഡൈജഷൻ 2 രീതിയിൽ ആലോചിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, സ്മോൾ ഇൻറ്റെസ്റ്റൈനിലെ ഇൻറ്റെസ്റ്റൈൻ്റെ പ്രൊഡക്ഷൻ ഉണ്ട്, ഇൻറ്റെസ്റ്റീനൽ ജ്യൂസ് ഉണ്ട്. ആ ഇൻറ്റെസ്റ്റീനൽ ജ്യൂസിൽ എൻസൈംസുകളുണ്ട്. രണ്ടാമത്തേത്, പാങ്ക്രിയാറ്റിക് ജ്യൂസുമുണ്ട്. പാങ്ക്രിയാറ്റിക് ജ്യൂസ് എങ്ങനെയാണ് സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ എത്തുന്നത്? ത്രൂ ഹെപ്പാറ്റോ പാങ്ക്രിയാറ്റിക് ഡക്റ്റ്. Okay, and that pancreatic juice consists of pancreatic amylase. Again the word amylase. This is for the starch, and second is trypsin, then lipase. Okay, so these are the biochemical digestion. Okay, ഇനി നമുക്ക് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വരാം. നേരത്തെ നിങ്ങളടുത്ത് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ 9th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ കണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഫാറ്റ്, ലിപ്പിഡ്സ് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യാത്തത്? അതെന്തുകൊണ്ടാണ് ലാർജ് ലിംഫ് വെസലായ ലാക്ടീനിലേക്ക് അബ്സോർബ് ചെയ്യുന്നത്? അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കൺസെപ്റ്റും നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അബ്സോർപ്ഷൻ, പ്രിൻസിപ്പൽ ഓർഗൻ ഫോർ അബ്സോർപ്ഷൻ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ആണ്. ലാർജ് ഇൻറ്റെസ്റ്റൈനും അബ്സോർബ് ചെയ്യുന്നുണ്ട് കേട്ടോ, പ്രിൻസിപ്പൽ ഓർഗൻ ഫോർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ മാത്രം അബ്സോർബ് ചെയ്യുന്നു എന്നർത്ഥമില്ല. മൗത്ത് ചില സബ്സ്റ്റൻസിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്, സ്റ്റൊമക്ക് ചില സബ്സ്റ്റൻസിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ചില സബ്സ്റ്റൻസിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്, ലാർജ് ഇൻറ്റെസ്റ്റൈനും സബ്സ്റ്റൻസുകളെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഡ്രഗ്സ്, അതുപോലെ തന്നെ വാട്ടർ, മിനറൽസ്, ഇതെല്ലാം അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 4 ഭാഗത്ത് വെച്ചാണ് നടക്കുന്നത്. മൗത്തിൽ വെച്ചിട്ട് ചില സബ്സ്റ്റൻസ് ബോഡി ഫ്ലൂയിഡ് മീഡിയത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ദെൻ മൗത്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭാഗം സ്റ്റൊമക്കാണ്. സ്റ്റൊമക്കിൽ വെച്ചിട്ട് ചില സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ വെച്ചിട്ട് സബ്സ്റ്റൻസുകൾ അബ്സോർബ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ദ ലാർജ് ഇൻറ്റെസ്റ്റൈൻ. ഇതിൽ പ്രിൻസിപ്പൽ ഓർഗൻ ഫോർ അബ്സോർപ്ഷൻ ഈസ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ എന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഓക്കെ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ വെച്ചിട്ടും അബ്സോർബ് ചെയ്യുന്നുണ്ട്. ആരെയാണ് അബ്സോർബ് ചെയ്യുന്നത്? വാട്ടറിനെ, അതുപോലെ തന്നെ മിനറൽസിനെ, ദെൻ സബ്സ്റ്റൻസുകളൊക്കെ തന്നെ ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ വെച്ചിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഈ അബ്സോർപ്ഷൻ നടക്കുന്നത് ചില ഫിസിക്കൽ ഫിനോമിനാസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ചില കൺസെപ്റ്റുകൾ ഫിസിക്സിലും അതുപോലെ കെമിസ്ട്രിയിലും ബയോളജിയിലും ബോട്ടണിയിലും സുവോളജിയിലും ഒക്കെ തന്നെ നിങ്ങൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ചില വേർഡുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, 9th സ്റ്റാൻഡേർഡ് മുതലേ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങളത് ഫിസിക്സിൽ കേട്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കെമിസ്ട്രിയിലും കേൾക്കും, അതുപോലെ ബോട്ടണിയിലും സുവോളജിയിലും ഒക്കെ ഒരുപോലെ കേൾക്കുന്ന ചില ഫിസിക്കൽ കൺസെപ്റ്റുകളാണ് ഈ അബ്സോർപ്ഷൻ്റെ പിന്നിലും. ഓക്കെ,
നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്താണ് ഞാൻ ഇനി നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഏതൊക്കെയാണ് ഈ അബ്സോർപ്ഷൻ്റെ ഫിസിക്കൽ ഫിനോമിനാസ് ഏതൊക്കെയാണ്? ഒന്നാമതായിട്ട് നമുക്ക് പറയാം സിമ്പിൾ ഡിഫ്യൂഷൻ. ഓക്കെ. രണ്ടാമത്തേത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. മൂന്നാമത്തേത് ഓസ്മോസിസ്. നാലാമത്തേത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. Okay, these are the physical phenomena behind absorption. Simple diffusion. നിങ്ങൾ ആ വേർഡ് കേട്ടതാണ്, ഡിഫ്യൂസ് ചെയ്യുക, ഡിഫ്യൂഷൻ ലയിച്ച് ചെയ്യുക അല്ലേ? വെള്ളത്തിൽ മഷി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ മഷി, ആ ഇങ്ക് ആ വെള്ളത്തിൽ ലയിച്ച് ചേരുന്നു. ഓക്കെ, ഡിഫ്യൂസ്ഡ് ആയിട്ട് പോകുന്നു. അപ്പോൾ ഡിഫ്യൂഷൻ, സിമ്പിൾ ഡിഫ്യൂഷൻ. ഈ വേർഡ് ഞാൻ ഈ പറഞ്ഞ സബ്ജക്റ്റുകളൊക്കെ ഉണ്ട്, കോമൺ ആയിട്ട് നിങ്ങൾ കേൾക്കുന്ന ഫിസിക്സിലും കെമിസ്ട്രിയിലും ബോട്ടണിയിലും സുവോളജിയിലൊക്കെ കോമൺ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന കേൾക്കുന്ന വേർഡാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഡിഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഡിഫ്യൂഷൻ, ദെൻ സെക്കൻഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, തേർഡ് ഓസ്മോസിസ്, ദെൻ ഫോർത്ത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഈ കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻസിന് ഏറെക്കുറെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇവിടെ ഡിഫ്യൂഷൻ മീൻസ് വാട്ട്? മൂവ്മെന്റ് ഓഫ് ദ മോളിക്യൂൾസ് ഫ്രം ദ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ദ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. ഓക്കെ, സോ സിമ്പിൾ ഡിഫ്യൂഷൻ മീൻസ് മൂവ്മെന്റ് ഓഫ് ദ മോളിക്യൂൾസ് ഫ്രം ദ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ദ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂൾസ് മൂവ് ചെയ്യും. ഓക്കെ, ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് മോളിക്യൂൾസ്, പദാർത്ഥങ്ങൾ നീങ്ങുന്നതിനെ പറയുന്ന പേരാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. അപ്പം നമ്മുടെ ബോഡിയിലെ ബ്ലഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ബോഡി ഫ്ലൂയിഡ്സിലേക്ക്, ശരീരദ്രവങ്ങളിലേക്ക് ചില സബ്സ്റ്റൻസുകളെ അബ്സോർബ് ചെയ്യുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ അനുസരിച്ചിട്ടാണ്. നേരത്തെ വില്ലയിൻ്റെ ഡയഗ്രം നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ ആ വില്ലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ പ്രധാനമായിട്ടും അവിടെ ബ്ലഡ് വെസൽസിനെ കുറിച്ച് പറഞ്ഞു, ലിംഫാറ്റിക് വെസൽസിനെ പറ്റി പറഞ്ഞു. ബ്ലഡ് വെസൽസ് ആയിട്ട് ഓർട്ടറീസ്, വെയിൻസ്, ക്യാപ്പിലറീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ ലിംഫാറ്റിക് വെസൽസ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ ആ ബ്ലഡ് വെസൽസിലേക്കും അതുപോലെ തന്നെ ആ ലിംഫാറ്റിക് വെസൽസിലേക്കും സബ്സ്റ്റൻസുകൾ അബ്സോർബ് ചെയ്യുന്നതിൻ്റെ ഒരു കൺസെപ്റ്റ്, ദാറ്റ് ഈസ് ദി ഫിസിക്കൽ ഫിനോമിന ഈസ് വാട്ട്? സിമ്പിൾ ഡിഫ്യൂഷൻ. ഇറ്റ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് ദ മോളിക്യൂൾസ് from the region of higher concentration to the region of lower concentration. Okay, movement of the molecules from the region of higher concentration to the region of lower concentration. ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക. ഓക്കെ, ആ ട്രാൻസ്പോർട്ടിന് എനർജിൻ്റെ ആവശ്യമുണ്ടോ? ആ ട്രാൻസ്പോർട്ടിന് ഊർജ്ജത്തിൻ്റെ ആവശ്യം വരുന്നുണ്ടോ? ഇല്ലല്ലോ. കാരണം മോളിക്യൂൾസ് കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് പോവുകയല്ലേ. അത് സാച്ചുറേറ്റഡ് ആകുന്നത് വരെ അത് ട്രാൻസ്പോർട്ട് ചെയ്യല്ലേ. അതിന് നമ്മൾ എനർജി പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എന്താണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ? നോക്കൂ, ഈ ഒരു ഏരിയയിൽ മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. എന്നാൽ ഈ ഏരിയയിൽ മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. ഇനി ഈ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്ന് ഈ കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് മോളിക്യൂൾസ് ട്രാൻസ്പോർട്ട് ചെയ്തില്ല. ഇവിടെ ഒരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിനിലൂടെ ആ ഒരു പ്ലാസ്മാ സ്തരത്തിലൂടെ, ആ ഒരു പ്ലാസ്മാ മെംബ്രെയിനിലൂടെ, ആ ഒരു ലെയറിലൂടെ ഈ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് മോളിക്യൂൾസ് ട്രാൻസ്പോർട്ട് ചെയ്യില്ല. ഓക്കെ, നമ്മൾ നേരത്തെ എന്താ സിമ്പിൾ ഡിഫ്യൂഷനിൽ പറഞ്ഞത്? ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂൾസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. ഇതും ഡിഫ്യൂഷനാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇവിടെ മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലല്ലേ, ഇവിടെ മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണല്ലോ, എന്നാലും സബ്സ്റ്റൻസ് പോകുന്നില്ല. ആക്ച്വലി പോകണം, പക്ഷെ പോകുന്നില്ല. എന്തുകൊണ്ട് പോകുന്നില്ല? എന്തുകൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ല? നോക്കൂ നിങ്ങൾ, മോളിക്യൂളിൻ്റെ സൈസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ സൈസ് കൂടുതലായതുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, അത് അയോൺസ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ സൈസ് കൂടുതലായതുകൊണ്ടോ അതിന് ഇവിടെയുള്ള ഈ ഒരു മെമ്പറൈനെ ക്രോസ് ചെയ്തിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല.
ഓക്കെ, അപ്പോൾ എന്താ ചെയ്യാം, ഈ മെംബ്രെയിനിൽ സ്പെഷ്യൽ പ്രോട്ടീൻസുകൾ ഉണ്ടാകും. ഈ മെംബ്രെയിനിൽ സ്പെഷ്യൽ പ്രോട്ടീൻസുകൾ ഉണ്ടാവും. ദീസ് ആർ ദ സ്പെഷ്യൽ പ്രോട്ടീൻസ് ലൊക്കേറ്റഡ് ഓൺ ദി മെംബ്രെയിൻ. മെംബ്രെയിനിൽ കാണുന്ന സ്പെഷ്യൽ പ്രോട്ടീൻസ് ആണ്. ആ പ്രോട്ടീൻസ് ഈ മോളിക്യൂൾസിനെ ഈ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്കും, എങ്ങനെ ഈ പ്രോട്ടീൻസിൻ്റെ സഹായത്തോടു കൂടി, ഈ സ്പെഷ്യൽ പ്രോട്ടീൻസിൻ്റെ സഹായത്തോടു കൂടി ഈ മോളിക്യൂൾസ് ഇവിടെ നിന്നും ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഓക്കെ, സോ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ മീൻസ് മൂവ്മെന്റ് ഓഫ് ദ മോളിക്യൂൾസ് ഫ്രം ദ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ദ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്പെഷ്യൽ പ്രോട്ടീൻസ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ രണ്ട് ഡിഫ്യൂഷനും കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അനുസരിച്ചിട്ടാണ്. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കാണ്. ഓക്കെ, സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അനുസരിച്ചിട്ടാണ്. മനസ്സിലായോ? ഇനി മൂന്നാമത്തേതാണ് ഓസ്മോസിസ്. ഓസ്മോസിസിന്റെ പ്രത്യേകത എന്താ? മൂവ്മെന്റ് ഓഫ് ദ വാട്ടർ മോളിക്യൂൾ ഫ്രം ദ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ദ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെമ്പറൈൻ, അർദ്ധതാര്യസ്തരം വഴി. ഓക്കെ, അപ്പോൾ വാട്ടറിന്റെ മൂവ്മെന്റ് സെമി പെർമിയബിൾ മെമ്പറൈൻ, അർദ്ധതാര്യസ്തരം വഴിയാണ്. സെമി പെർമിയബിൾ മെമ്പറൈൻ ആണ്, അർദ്ധതാര്യസ്തരം വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അനുസരിച്ചിട്ട് തന്നെയാണ്. വാട്ടർ മോളിക്യൂൾസ് ആണ്. മൂവ്മെന്റ് ഓഫ് ദ വാട്ടർ മോളിക്യൂൾസ് ഫ്രം ദ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ദ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെമ്പറൈൻ. ഇത് നാലാമത്തേതൊരു സ്പെഷ്യൽ കൺസെപ്റ്റ് ആണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. And this active transport is against concentration gradient. These three concepts, simple diffusion, facilitated diffusion and osmosis, they allow the concentration gradient, but in the case of active transport they are against concentration gradient. That means they are from low concentration to a high concentration. The movement of the molecules from a region of low concentration to high concentration. ഓക്കെ, അപ്പം നോക്കൂ, സ്വാഭാവികമായിട്ടും ലോ കോൺസെൻട്രേഷനിൽ നിന്ന് ഹൈ കോൺസെൻട്രേഷനിലേക്കല്ലേ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ആവശ്യമുണ്ടോ? എനർജിയുടെ ആവശ്യമുണ്ടോ? എനർജി നിർബന്ധമാണ്, എനർജി അത്യാവശ്യമാണ്. അപ്പോൾ എനർജിയുടെ അടിസ്ഥാനത്തിൽ ലോ കോൺസെൻട്രേഷനിൽ നിന്ന് ഹൈ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂൾസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചില മോളിക്യൂൾസ് സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ്, ചിലത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ്. എന്നാൽ ചിലത് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഇതാണ് അബ്സോർപ്ഷൻ എന്ന കൺസെപ്റ്റിൽ നിങ്ങൾ പഠിച്ചതും ഇനി നിങ്ങൾക്ക് +1 പഠിക്കാനുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിങ്ങളടുത്ത് ഷെയർ ചെയ്തത്. ഇത് ഈ ഒരു സോളജിക്കൽ കൺസെപ്റ്റ് വേണ്ടി മാത്രമല്ല, മറ്റ് പല സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഈ ഒരു പാർട്ട് 3 വീഡിയോ സെഗ്മെൻറ്റോട് കൂടി നമ്മൾ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ തൽക്കാലം നിർത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്, ഒരു ക്യാപ്സ്യൂളായിട്ട്. ദാറ്റ് ഈസ് ഡൈജഷൻ is the conversion of complex food materials into simple and absorbable form. There are two types of digestion: physical or mechanical digestion. Second, biochemical digestion. Digestive system ആരൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? അലിമെൻ്ററി കനാലുണ്ട്, ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ഉണ്ട്. ദെൻ അലിമെൻ്ററി കനാലിൽ മൗത്ത് ഉണ്ട്, മൗത്തിന് ശേഷം ബക്കൽ ക്യാവിറ്റി വരുന്നു, അവിടെ ടീത്തും ടങ്ങുണ്ട്. ടീത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത്: ഇൻസിസേഴ്സ്, കനൈൻസ്, പ്രീമോളാർസ്, മൊളാർസ്, അല്ലേ? ദെൻ ഡെൻറ്റൽ ഫോർമുല +1 വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം പഠിച്ചു. ഡെൻറ്റൽ ഫോർമുല ഡെഫിനിഷൻ എങ്ങനെയായിരുന്നു? അറേഞ്ച്മെൻറ്റ് ഓഫ് ടീത്ത് in half of upper jaw, each half of upper jaw and lower jaw in the order I, C, P, M, M. Then ഇനാമലിൻ്റെ ഇമ്പോർട്ടൻസ് എൻട്രൻസ് എക്സാമിനേഷൻ എങ്ങനെയാണ് ഇനാമലിൻ്റെ ക്വസ്റ്റ്യൻ വന്നത് എന്ന് വരെ നമ്മൾ ക്ലിയർ ചെയ്തു. ശേഷം
ഫാരിങ്സ് പറഞ്ഞു, ഫാരിങ്സിൻ്റെ നാസോ ഫാരിങ്സ് ലങ്സിലേക്ക് ത്രൂ ട്രക്കിയ, ഓറോഫാരിങ്സ് സ്റ്റൊമക്കിലേക്ക് ത്രൂ ദി ഈസോഫേഗസ്. ഈസോഫാഗസ് നടക്കുന്ന സൂപ്പർ മെക്കാനിസം പെരിസ്റ്റാൾസിസ്. ദെൻ ജെ ഷേപ്പ്ഡ് മസ്കുലാർ ബാഗിൻ്റെ പേരാണ് സ്റ്റൊമക്ക്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് സി ഷേപ്പ്ഡ് ഡിയോഡിനം, ലോങ് കോയിൽഡ് ജജനം, ഹൈലി കോയിൽഡ് ഇല്യം. ദെൻ റോൾ ഓഫ് വില്ലൈ ഓൺ അബ്സോർപ്ഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ്. ഓക്കെ, വില്ലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലാക്റ്റീൽ +1 നിങ്ങൾക്ക് പ്രത്യേകം പഠിക്കാനുള്ള ലാർജ് ലിംഫ് വെസലിൻ്റെ കാര്യം. പിന്നെയാണ് നമ്മൾ നേരെ ബയോകെമിക്കൽ ഡൈജഷനിലേക്ക് പോയത്. അവിടെ സലൈവറി അമിലേസ് ആണ് ബക്കൽ ക്യാവിറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ, പെപ്സിനും ലിപ്പേസുമാണ് സ്റ്റൊമക്കിൻ്റെ കോൺട്രിബ്യൂഷൻ. അതുപോലെ തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പാങ്ക്രിയാറ്റിക് ജ്യൂസും പിന്നെ ഇൻറ്റസ്റ്റിനൽ ജ്യൂസുമാണ്. ബൈലിൻ്റെ ഒരു ഫംഗ്ഷൻ നമ്മൾ പ്രത്യേകം എടുത്ത് പറയുണ്ടായി, എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്നുള്ളത്. ശേഷമാണ് ഈ ഫുഡ് മെറ്റീരിയൽസ് അബ്സോർബ് ചെയ്യാനുള്ള ഫിസിക്കൽ കൺസെപ്റ്റായിട്ട് സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ഓസ്മോസിസും ആക്റ്റീവ് ട്രാൻസ്പോർട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്തത്. ഈ ഒരു സെഗ്മെൻറ്റോട് കൂടി ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ നമ്മൾ തൽക്കാലം നിർത്തിയാണ്. കൂടുതൽ വിശദമായ പഠനങ്ങൾ നമുക്ക് +1 നടത്താം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഇതിനെ നോട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട് കൃത്യമായിട്ട് എടുക്കുക. നിങ്ങൾ നേരത്തെ 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ച ടെക്സ്റ്റ് ബുക്കുകൾ വെച്ചിട്ടും അതുപോലെ തന്നെ +1ൻ്റെ ബുക്കുകൾ റെഫർ ചെയ്തിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല നോട്ട് പ്രിപ്പയർ ചെയ്യാം. നല്ല നീറ്റായിട്ട് തന്നെ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ ഒരു 2 വീഡിയോ ലെസൺ, 2 അല്ലെങ്കിൽ 3 വരുന്ന ഈ ഒരു വീഡിയോ ലെസണിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി ഒരു ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് നമ്മൾ പ്രത്യേകം അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഹാർവെസ്റ്റ് പ്രത്യേകം അറേഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നല്ല മാർക്ക് അത് വാങ്ങാം. ആ മാർക്കിലൂടെയാവണം നിങ്ങൾ നിങ്ങളുടെ +1ലേക്കുള്ള എൻട്രി നടത്തേണ്ടത്. അത് നല്ലൊരു തിരഞ്ഞെടുക്കലാവണം. അതിന് ആത്മാർത്ഥമായിട്ട് നന്നായിട്ട് പഠിക്കാം. ഇനി മറ്റൊരു ചാപ്റ്ററിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ സെഗ്മെൻറ്റിൽ കാണാം. ഓക്കെ.